തമിഴ്നാട്ടിലെ നാഗപട്ടണത്താണ് ഇന്ന് നമ്മളുള്ള കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പോയ അതേ സ്ഥലത്തേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അക്കരപ്പേട്ടയ്ക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. രാവിലെ തന്നെ സമയം 5 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇറങ്ങുവാണ്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച കാഴ്ചകളൊക്കെ അവിടെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നേ. ഇവിടെ ബസ് സ്റ്റാൻഡിനോട് സമയം ഒരു റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ റൂം. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള റൂം. AC ആണ് കേട്ടോ. 1000 രൂപ. 1000 രൂപയ്ക്കുള്ളൊരു ബഡ്ജറ്റ് AC റൂം എന്ന് പറയാം. കുമാർ ലോഡ്ജ്. അപ്പോൾ ഇവിടെയാണ് റൂം എടുത്തത്. അപ്പോൾ രാവിലെ തന്നെ അതേ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ ഇതാണ് നാഗപട്ടണത്തെ ന്യൂ ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങണം. ഇവിടുന്ന് അക്കരപ്പേട്ടയ്ക്ക് ഡയറക്റ്റ് ബസ് തീരെ കുറവാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ നടക്കാനായിട്ടുണ്ട് അക്കരപ്പേട്ട വരെ. അപ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ ബസ് ഇറങ്ങിയത്, ഈ ഫ്ലൈ ഓവറിൻ്റെ ഒക്കെ കീഴെ. അപ്പോൾ ഇന്നലെ നമ്മളിതിലെ നടന്നു പോയതാണ്. റെയിൽവേ സ്റ്റേഷന് തൊട്ട് സമീപമായിട്ടുള്ള ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ജസ്റ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അക്കരപ്പേട്ടയ്ക്ക്. അപ്പോൾ അതിവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. തൊട്ടടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാത്രമല്ലേ ഈ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള ദൂരം. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇവിടെ എത്താനായിട്ട്. അപ്പോൾ സ്റ്റേഷനിൽ നിർത്തിയിട്ട് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് വലിയ സ്പീഡൊന്നുമില്ല, ഭയങ്കര സ്ലോ ആയിട്ടാണ് വരുന്നത്. പണ്ടത്തെ ട്രെയിനിൻ്റെ പോലത്തെ ഹോൺ അല്ലേ അതിൻ്റെ സൗണ്ട്. അപ്പോൾ ഇത് ഗുഡ്സ് ആണേ. ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയില്ല. അതിന് മുന്നേ ഈ സൈഡിൽ കൂടെ ഉള്ള വഴിയിലൂടെയൊക്കെ ഇത് നടന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് ആ കാണുന്നതാണ് നാഗപട്ടണം റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇനി 1 കിലോമീറ്റർ നേരെ അങ്ങ് നടക്കാം. ഈ ഒരു സമയം കൊണ്ട് നടക്കാനൊക്കെ നല്ല സുഖമാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് വെയിൽ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ പൊന്നു എന്നാ ചൂടാണെന്നറിയോ. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന യാർഡ് കഴിഞ്ഞ വീട്ടിൽ കാണിച്ച ഫിഷിംഗ് ബോട്ടിൻ്റെ യാർഡാണ്. ഫിഷിംഗ് ബോട്ട് നിർമ്മിക്കുന്നതും അത് റിപ്പയർ ചെയ്യുന്നതുമായിട്ടുള്ള യാർഡാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് ദൂരോടെ നടക്കണം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നാഗപട്ടണത്തെ ഫിഷിംഗ് ഹാർബറിലേക്കാണ്. ഇവിടെ അക്കരപ്പേട്ടയെന്ന് പറഞ്ഞൊരു ബോർഡൊക്കെ കാണാം. അപ്പോൾ ഈ ഫ്ലൈ ഓവർ കയറി ആ ഫ്ലൈ ഓവർ ഇറങ്ങുന്ന സ്ഥലത്താണ് നമുക്ക് എത്തേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും പുലർച്ചെ 4 മണി മുതൽ രാവിലെ 8 മണി വരെയാണ് ഹാർബർ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഈ വലിയ ബോട്ടുകൾ ഉൾക്കടലിലേക്ക് പോകുന്നില്ല. അപ്പോൾ മത്സ്യബന്ധന നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ വള്ളങ്ങളും ബോട്ടുകളൊക്കെയാണ് മീൻ പിടിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് വലിയ വിപുലമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല. അടിപൊളി സൂര്യനിങ്ങനെ ഉദിച്ച് പൊങ്ങി വരുന്ന കണ്ടില്ലേ. അപ്പോൾ അതൊക്കെ കടലാണ് കാണുന്നത്. അവിടെയൊക്കെ ബോട്ടുകൾ അതായത് യാർഡാണേ. ബോട്ടുകൾ റിപ്പയറിങ്ങിനൊക്കെ ആയിട്ട് വന്ന് കിടക്കുന്നതാണ്. ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെ കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെ എന്ന് പറയുന്നത് കൂടുതലും ഐസ് പ്ലാന്റുകളാണേ. മീനിലിടാനായിട്ടുള്ള ഐസ് നിർമ്മിക്കുന്ന പ്ലാന്റുകളാണ് ഈ ഒരു ഭാഗത്ത് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ ഹാർബർ എന്ന് പറയുന്നത് ഒരു പൊഴിയാണ് കേട്ടോ. അതായത് കടലാ ഭാഗത്താണ്. കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഒരു കനാല് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഈ ഹാർബർ പ്രവർത്തിക്കുന്നത്. അടിപൊളി ഒരു പാലം. വാഹനങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഈ പാലത്തെ കൂടെ ധൈര്യമായിട്ട് നടക്കാം. പാലത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം. ഇന്നലെ നമ്മൾ പോയാൽ അതേ സെയിം വഴി തന്നെയാണ്. ഇവിടെ കുറേ പന്നിക്കുഞ്ഞുങ്ങൾ വിലസുന്നുണ്ടോ. ഈ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നതുകൊണ്ട് അവർക്ക് കുശാലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന അതേ സ്ഥലം കണ്ടോ. മീൻ ഉണങ്ങുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത്, കരിവാടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. രാവിലെ തന്നെ അവർ ജോലി ആരംഭിച്ചിട്ടുണ്ട്. മീൻ ഉണങ്ങാനായിട്ട് ഇതേ പാമ്പാട കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടില്ല, അത് ഉണങ്ങാനായിട്ട് ഇങ്ങനെ പടുതയൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ മേലിലിടുവാണേ. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ്. അതിനോട് ചേർന്നാണ് ഹാർബർ. ഇതെല്ലാം ഈ മീൻ ഉണങ്ങുന്ന സ്ഥലങ്ങളാണ് കണ്ടില്ലേ. ഒരുപാട് ഏരിയ തന്നെയുണ്ട്. വള്ളത്തിൽ മീനുകളെല്ലാം കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. ഇത് ഇവിടെ കുറേ ചേച്ചിമാരെ കാണാം കേട്ടോ. അവർ മീനൊക്കെ വാങ്ങിച്ചത് പെട്ടിയിലാക്കി ഐസൊക്കെ ഇട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. നോക്കി ദൂരം വരാൻ നോക്കി. നമ്മുടെ കിളിമീനാണ് കൂടുതലും. എല്ലാം പെണ്ണുങ്ങളാണ് കേട്ടോ ഈ കച്ചവടം ചെയ്യുന്നവർ.
ഇവിടെ ചെമ്മീൻ, കൊഞ്ച്. ഇത് നിങ്ങൾ സന്ധ്യക്ക് കൊണ്ട് പോവാ? സന്ധ്യയില് ആ ഇവിടെ അങ്ങനെ അല്ലേ? അതെ അല്ലേ? ലാഭം കിടക്കുമാ? കിടക്കും. ആ ശരി. ആ കഷ്ടമാണ്. അതെ. അപ്പോൾ ഇവർ ചന്തയിലൊന്നും അല്ല കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് കണ്ടില്ലേ ഇങ്ങനെ ഉള്ള ചെരുവില്ലേ, അതിൽ മീൻ തലച്ചുമടായിട്ട് ചുവന്നുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഓരോ വീടുകളിലൊക്കെ പോയിട്ടാണ് കേട്ടോ ഇവർ വിൽക്കുന്നത്. എല്ലാം ചേച്ചിമാരാണ്. അതെ, കൊഞ്ചൊക്കെ വാരി കൊണ്ടുവന്ന് തൂക്കുന്ന കണ്ടില്ലേ. ഇവിടെ കാക്കക്കൂട്ടത്തിൽ കല്ലിട്ടേക്കുന്ന പോലെയാണ്, ബഹളമയമാണ്. കിളിമീനാണ് ഇന്ന് വന്നതിൽ ഏറ്റവും കൂടുതൽ. അക്ക കിലോ എന്നാ വില? 220. ആ കിളിമീനിന് 220 രൂപ. നല്ല ഫ്രഷ് കിളിമീൻ. ഇതിവിടെ വന്നാൽ വാങ്ങിക്കൊണ്ട് പോവാം. ഹാർബറൊക്കെ അടുത്തുള്ളവർക്ക് നല്ല അടിപൊളി മീൻ. ഇതെന്നാ മീനാ ഇത്? ഇതെന്നാ മീനാക്ക ഇത്? ഇതെന്നാ മീനാ? കിളങ്ങ. ആ ഓക്കെ. ഇത് കിലോ ഇന്നത്തെ വില എന്നാ? 200. മത്തി കിടക്കുമോ? മത്തി ഇപ്പോൾ സീസൺ അല്ല അല്ലേ? ആ കേരളവില്ല. ആ ആ കേരളവില്ല. ആ ആ മഴ ഇപ്പം സീസൺ. മഴ വരാതെ ആ നല്ല ചൂട് ഇപ്പം. ആ കൊഞ്ചിങ്ങനെ കവറിലാക്കി വെച്ചേക്കുവാണേ. ഇത് 1 കിലോ, അര കിലോ? 1 കിലോ. ആ ഇത് 1 കിലോ എന്നാ വില? 300. ആ 300. അത്യാവശ്യം വലിപ്പമുള്ള കൊഞ്ചാണ് കേട്ടോ. ഇത് പാരയല്ല അക്ക? പാര പാപ്ലിങ്. ആ പാരമീൻ എന്നാണ് ചിലർ പറയണത് തമിഴ്നാട്ടിൽ, പല പല പേരുകളില്ല. ഇതെന്നാ വില? കിലോ എന്നാ വില? 200 രൂപ. അല്ല 200, 220 ആ ഒരു റേറ്റൊക്കെയാണ് ഇവിടെ കണ്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇല്ല. ഈ കിളിമീനും നമ്മൾ ഈ കണ്ട പോലെയുള്ള മീനുകളൊക്കെ ഉള്ളൂ കേട്ടോ. ആ കേരളാവിന്നാ? നമ്മുടെ കേരളത്തിലെ കടലുകളിൽ നിന്ന് പിടിക്കുന്നതാണെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇവിടെ മത്സ്യബന്ധന നിരോധനം ഏർപ്പെടുത്തിയേക്കുമല്ലേ. ആ ഈ ബോട്ടുകൾക്ക് അങ്ങനെ ക്രോസ് ചെയ്ത് പോവാമല്ലേ സ്റ്റേറ്റ് വിട്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നതായിരിക്കാം. ഇതിവിടെ ഒരു ബോക്സ് കാണാം. ഓ അത് നിറയെ ചെമ്മീൻ, കൊഞ്ച് നിറച്ച് വെച്ചേക്കുന്നുണ്ട്, ലൈറ്റ്സ് ഒക്കെ ഇട്ട്. ഇത് ലേലമൊക്കെ വിളിച്ചേ റെഡിയായി അവർ പോകാനുള്ള തിരക്കിലാണ്. ഇവിടേക്ക് എന്തോരം വണ്ടികളാണെന്ന് നോക്കിയേ, ഓട്ടോറിക്ഷകളൊക്കെ കൊണ്ടുവന്ന് നിർത്തിയേക്കുന്ന മീനുകളൊക്കെ പല ഭാഗത്തേക്ക് എത്തിക്കാനായിട്ട്. ഇപ്പോൾ സീസണല്ല, അതുകൊണ്ട് തന്നെ മീനുകളുടെയൊക്കെ വെറൈറ്റീസ് കുറവായിരിക്കും. ഇവിടെ നമുക്കൊരു ഐസ് പ്ലാന്റൊക്കെ കാണാം. നല്ല ബിസി ആയിട്ടുള്ളൊരു ഹാർബർ തന്നെയാണ്. അങ്ങനെ ഒത്തിരി വലിയ ഹാർബറൊന്നുമല്ല, എങ്കിലും രാവിലെ 4 മണിക്ക് വരുന്നതാണ് ഈ മീനുകളെല്ലാം. എന്നിട്ട് ഇവർ പെട്ടെന്ന് തന്നെ ലേലം വിളിച്ചെടുത്ത് രാവിലെ തന്നെ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങും കേട്ടോ. ഇതൊക്കെ ഇവിടെ തിരണ്ടി, ഓ ചെറിയ തിരണ്ടി കുഞ്ഞ്, കൈ വഴുതി പോവുക. തിരണ്ടിയുണ്ട്, ഞണ്ടുണ്ട്, എല്ലാം കൂടെ മിക്സായിട്ട് കിടക്കുകയാണ്. ഇതെന്താ കരിമീനാണോ? ഇതെന്നാ മീനൊക്കെ ഇത്? കൊടുവ. അത് ചത്തിട്ടില്ല കേട്ടോ, ജീവനുണ്ട്. ഇത് കിലോ എന്നാ വില? അക്ക? ഇതെന്നാ വില കിലോ? 200. ആ എല്ലാ റേറ്റ് ആട്ടോ, 200 റേഞ്ചിലാണ് വരുന്നത് മിക്ക മീനുകൾ. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ മാങ്ങാപ്പഴവും പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട്, കുറേ പേര് ഇരുന്നിട്ട്. നിറയെ ആളുകൾ വരുന്നതല്ലേ, അതുകൊണ്ട് ഇവരുടെ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ നടക്കും കൂടെ. ഇതൊക്കെ തലേ ചൂടാനായിട്ടുള്ള പൂക്കളും ചെറിയ മാലകളും മാമ്പഴം, അങ്ങനെ കുറേ കച്ചവടക്കാരെ കാണാം. എല്ലാം ചേച്ചിമാരാണേ.
തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ കച്ചവടങ്ങൾ ചെയ്യുന്നവരൊക്കെ കൂടുതലും ചേച്ചിമാരാണ്. ഇത് ഇവിടെ നിന്നൊക്കെ നല്ല തിരക്ക്. ഹാർബർ. അപ്പോൾ ഇതാണ് ഹാർബർ. കണ്ടോ എന്തോരം ബോട്ടുകളാണ് നിർത്തിയിട്ടേക്കുന്നത് നോക്കി. ഈ ലേലം വിളി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ 4 മണിക്ക് വരണം. ആ ഒരു സമയത്താണ് ബോട്ടുകൾ അടിക്കുന്നത്. ഇതെല്ലാം ഈ ലേലം വിളിച്ച് കഴിഞ്ഞിട്ട് മീനുകൾ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ലേലത്തിൽ പിടിച്ച് കഴിഞ്ഞിട്ടുള്ള മീനുകളാണ് ഈ കാണുന്നത്. നമ്മുടെ അയല മീൻ അത് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ടല്ലേ അയല. ഒരു പീസ് 50 രൂപ അങ്ങനെയാ അല്ലേ? പീസ് കണക്കിനാണ് വിൽക്കുന്നത് കേട്ടോ. നല്ല മുഴുത്ത അയലയാണ് ഇത്. ഇവിടെ എല്ലാം ഈ ഹാർബറിൽ നിന്ന് അപ്പം തന്നെ പിടിച്ച് മീൻ ലൈവായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഉയരോടെ തുടിക്കുന്ന മീനാണെന്ന്. പെട്ടക്കണ മീൻ. കൊഞ്ചൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഹാർബറിൽ വന്നാൽ നമുക്ക് ക്ലീൻ ചെയ്തും മീൻ വാങ്ങിച്ചുകൊണ്ട് പോവാം. ഇത് കേവലം ഒരു ഹാർബർ മാത്രമല്ല, ഇതൊരു എന്താ പറയുക, പ്രത്യക്ഷത്തിലൊരു ചന്ത കൂടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമുക്ക് റെഡി ആയിട്ട് ഇവിടുന്ന് മീൻ ക്ലീൻ ചെയ്ത് നമ്മൾ ചന്തകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ക്ലീൻ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന മീനുകളൊക്കെ നമ്മുടെ കേരളത്തിലെ കടലുകളിൽ നിന്ന് പോയി പിടിച്ചുകൊണ്ട് വരുന്ന മീനുകളാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ മീനുകൾക്ക് പ്രചരണ കാലഘട്ടം ആകുമ്പോഴത്തേനും ട്രോളിങ് ഏർപ്പെടുത്താറില്ലേ? അതുപോലെ ഇവിടെ 2 മാസം കാലയളവായിട്ട് ട്രോളിംഗ് ആയിരുന്നു. ഇനി 2 ആഴ്ച താഴെ മാത്രമേ ഉള്ളൂ ഈ ട്രോളിംഗ് അവസാനിക്കാനായിട്ട്. അതിനുശേഷമാണ് ഈ കാണുന്ന വലിയ യന്ത്രവൽകൃത ബോട്ടുകളൊക്കെ ഉൾക്കടലിലേക്ക് പോയി തുടങ്ങുള്ളൂ. ഇവിടെ ഈ വലിയ ബോട്ടുകൾ കടലിൽ പോകാത്ത പക്ഷം ആ ഒരു സമയത്ത് അവർ കണ്ടില്ലേ വലകൾ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും വണ്ടികൾ മീനെടുക്കാനായിട്ട് വരുന്നുണ്ടേ. KL55 തിരൂരല്ലേ? കേരളത്തിൽ ഇവിടുത്തെ മീനുകൾ കേരളത്തിലേക്കാണ് പോരുന്നത് അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ ഇവിടെ മീനുകൾ എത്തിക്കുന്നതെന്ന് പറയുന്നത് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ട്രോളിംഗ് ആയതുകൊണ്ടല്ലേ? ശരി. അതെ, അങ്ങനെയുള്ള. ഓക്കെ. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ട്രോളിംഗ് ആയതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് മീൻ എത്തിക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് മീനുകൾ കയറ്റി കൊണ്ടുപോകാനുള്ള ഒരു കാരണം എന്താണ്? ഇവിടെ ബോട്ടിൽ ഐറ്റംസ് മീനൊക്കെ വരും. പിന്നെ തലേന് ഏട്ട നമ്മുടെ നാട്ടിലില്ലാത്ത കിട്ടാത്ത വെറൈറ്റി അല്ല മീന്. എല്ലായിടത്തും മീന് കറക്റ്റ് ഇവിടുത്തെ മീൻ അവിടേക്ക് പോകും, അവിടുന്ന് ഇവിടുന്ന് വരും. ഉണ്ടാവില്ല, ഒരാഴ്ച ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ വന്നെടുക്കും അല്ലേ? അങ്ങനെ ബാലൻസ് ചെയ്യും. മീൻ എല്ലാവർക്കും എല്ലാ ദിവസവും ആവശ്യമുള്ള സാധനല്ലേ? അതെ. ചിലപ്പോ എല്ലാ ദിവസം കണ്ടിന്യൂ എല്ലാ ദിവസവും ഉണ്ടാവില്ല. ശരി. ഇന്നിപ്പോ ഇവിടെ മീൻ 2 ദിവസം ഇല്ലെങ്കിൽ ഇവിടുന്ന് മീൻ അങ്ങോട്ട് പോകും. അങ്ങനെ ഇവിടുന്ന് രാവിലെ ലോഡായാല് പിറ്റേന്ന് രാവിലെ കുറച്ച് അന്നേരം കാലിയായി. അങ്ങനെ ഇവിടെ മീൻ അവിടെ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. അവിടെ 2 ദിവസം ഇല്ലായിരിക്കുമ്പോ ഇവിടെ വന്നെടുക്കും. അങ്ങനെ അവിടെ ഇല്ലാതെ ഇങ്ങോട്ട് വരും. ഇവിടെ അങ്ങനെ മാറി. അപ്പൊ ചേട്ടന്റെ പേരെന്നാ? അബ്ദുൾ നാസർ. എവിടെ? തിരൂര് വീട് അല്ലേ? തിരൂര് വളാഞ്ചേരി. അപ്പൊ ഇവിടുത്തെ നല്ലൊരു ശതമാനം മീനുകൾ നമ്മുടെ നാട്ടിലേക്കാണ് കയറി പോകുന്നതാണ് പറഞ്ഞത് കേട്ടോ. അതായത് ഇങ്ങനെ ബാലൻസ് ചെയ്യും. നമ്മുടെ നാട്ടിൽ മീനുകൾക്ക് ഷോർട്ടേജ് വരുമ്പോൾ ഇവിടെ വരും, ഇവിടുത്തെ കുറയുമ്പോൾ നാട്ടിൽ നിന്ന് എടുക്കും. അങ്ങനെയാണ് ഇവർ. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലുള്ളവർ കൂടുതൽ ഈ വലിയ മീനുകൾ അധികം കഴിക്കും. എന്നാൽ ഇവർക്ക് കൂടുതൽ ഈ വളർത്ത് മീനുകളോടും അതുപോലെ ചെറിയ മീനുകളൊക്കെയാണ് ഇവർ കൂടുതൽ കഴിക്കുക. അതുകൊണ്ട് തന്നെ ഈ ചൂര പോലെയുള്ള വലിയ മീനുകളൊക്കെ നല്ല രീതിയിൽ നമ്മുടെ നാട്ടിലേക്ക് ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ട്. അതായത് ഇവിടെ വന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ലോറികളിൽ വന്നിട്ട് ലോഡ് കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഹാർബറിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെയുള്ള ചെറിയ പെട്ടിക്കടകളൊക്കെ ഉണ്ട്. ചായയും അങ്ങനെയുള്ള ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന കടകൾ. ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ഫിഷിംഗ് ഹാർബറാണ്. ഇത് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് വിൽക്കുന്നത് അപ്പം. നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ കാണുന്ന പോലെ പുട്ട് ഇങ്ങനെ തെരുവിലിരുന്ന് വിൽക്കുന്ന കണ്ടിട്ടില്ല? വേളാങ്കണ്ണിയിലുണ്ട് ഇങ്ങനെ പുട്ടൊക്കെ ലൈവായിട്ട് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കടലയുണ്ട്. ഇവിടെ വരുന്നവർക്ക് കഴിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ കടകളൊന്നും വേറെ അധികം ഇല്ലല്ലോ ഹാർബറിൽ കയറി കഴിഞ്ഞാൽ. ഇവർ തന്നെ ഇവിടെ ഉണക്കിയെടുക്കുന്ന ഉണക്ക മീനുകളും ഇതിനോടൊപ്പം വിൽക്കുന്നുണ്ട്. ഇത് സ്രാവ്. അത് സ്രാവാണ്. കുട്ടി സ്രാവ്. തെരണ്ടി അല്ലേ ഇത്? തെരണ്ടി. ഈ സ്രാവ് എന്നാ വില കിലോ? 400 രൂപ കിലോ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ 100 കണക്കിന് ഫിഷിംഗ് ബോട്ടുകൾ, വലിയ ഫിഷിംഗ് ബോട്ടുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഈ ട്രോളിങ് കഴിയാനായിട്ട് ഇങ്ങനെ കാത്തു കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു 2 മാസം എന്ന് പറയുന്നത്, അതായത് ഈ ട്രോളിംഗ് ടൈം എന്ന് പറയുന്നത് ഇവർക്ക് ഈ ബോട്ടുകളിലുള്ള
അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനുള്ള ഒരു ടൈം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ കണ്ടില്ലേ ബോട്ടുകളൊക്കെ റിപ്പയർ ചെയ്യുന്നത് ആ യാർഡിൽ പോയിട്ട്. ഇവിടുത്തെ തമിഴ്നാട്ടിലെ ബോട്ടുകളുടെ കളർ കണ്ടില്ലേ, പച്ച കളറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ നീല കളറല്ലേ. മിക്കവാറും ഇങ്ങനെ കളർ കോഡ് കൊടുത്തിരിക്കുന്നത് ഈ ബോട്ടുകളെല്ലാം കൂടെ കടലിൽ വരുമ്പോഴത്തേനും തിരിച്ചറിയാനായിട്ടായിരിക്കില്ല രണ്ട് സ്റ്റേറ്റിൻ്റെ. ഞാൻ ആദ്യം വിചാരിച്ച പോലെ ഇത് ചെറിയ ഹാർബറൊന്നും അല്ല കേട്ടോ, വലിയൊരു ഹാർബർ തന്നെയാണ്. ഇപ്പോൾ സീസൺ ആയിരുന്നെങ്കിൽ ഇവിടെ നിറയെ ആളും ബഹളമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിരവധി മീനുകളൊക്കെ കാണാറുണ്ട്. ഇവിടെ മീനുകളൊക്കെ കൊണ്ടുവന്ന് ഇറക്കി ലേലം വിളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്നലെ നമ്മൾ ആ യാർഡിൽ കണ്ട പോലെ തന്നെ ഈ ഹാർബർ തന്നെ ഇവിടെ കുറേ ബോട്ടുകൾ ഡ്രൈ ഡോക്ക് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ, മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട്. ഇത് ഇവിടെ ഒരു ബോട്ട് നോക്കി, അതിങ്ങനെ നടുവേ കട്ട് ചെയ്തേക്കുകയാണ്. അത് കണ്ടില്ലേ, അതിങ്ങനെ അറുത്ത് മാറ്റി വെച്ചേക്കുന്നത് ആണ്. എതുക്ക് അത് കട്ട് പണിയത്? போட்டு நீட்டு ஏன் நீல்போம் போட்டு கட்டையா இருக்கு. ആ ഓക്കെ, റിപ്പയർ പണ്ണാനാണ്. ആ ഇത് ഫൈബറാ ഇത്? ഓഹോ, ഇത് ഫൈബറാണ്. ഇന്നലെ നമ്മൾ കണ്ട ബോട്ടുകളൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ഇരുമ്പിൻ്റെ ഷീറ്റ് അത് വെച്ച് അറേഞ്ച് ചെയ്ത് മൊത്തം ഫൈബറാണ്. കണ്ടില്ലേ, ഫൈബർ. അതുകൊണ്ടാണ് ഇങ്ങനെ ഈസി ആയിട്ട് ഒരു കട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ ഉണ്ടോ, നടുവേ കട്ട് ചെയ്ത് ഇങ്ങനെ ആ ഒരു തടി കഷ്ണമൊക്കെ കണ്ടില്ലേ, അറുത്ത് മാറ്റി അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് ഇനി റിപ്പയർ ചെയ്ത് അടിപൊളിയാക്കി ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനായിട്ട് കയറ്റിയിരിക്കുന്നതാണ്. ആ ബോട്ടിൻ്റെ കംപ്ലീറ്റ് പെയിൻറ്റും റിമൂവ് ചെയ്ത് കളഞ്ഞ് ഇനി നല്ല രീതിയിൽ പുത്തൻ പെയിൻറ്റൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് നീറ്റിലിറക്കും. അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ പ്രൊപ്പലറൊക്കെ വരുന്നത്. അതെല്ലാം അഴിച്ചു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ആ കാഴ്ചകളൊക്കെ കാണിച്ചു തന്നതാണ് പ്രൊപ്പലറിൻ്റെ. വെൽഡിങ് പോലെയുള്ള ജോലികളാണ് ഇവിടെ. പട്ടകളെ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാച്ച് വർക്കുകളും അതെല്ലാം കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യും. എന്നാലും അധികം ഈ കാഴ്ചകളൊന്നും കാണിക്കുന്നില്ല, കഴിഞ്ഞ വീഡിയോയിൽ കുറേ കണ്ടതാണ്. അപ്പോൾ ഈ ബോട്ടുകൾ വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറ്റുന്ന ഒരു വിദ്യ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഇരുമ്പിൻ്റെ റോളർ, അത് കണ്ടില്ലേ, റോളറാണ് ഇരുമ്പിൻ്റെ. അതിലേക്കാണ് ഈ ബോട്ട് എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇരുമ്പിൻ്റെ വടം കപ്പി ഉപയോഗിച്ച് വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുവാണ്. ഇത് കണ്ടില്ലേ, ബോട്ടിങ്ങനെ വലിച്ചു കയറ്റാനായിട്ട് വെള്ളത്തിൽ നിന്ന്. നമ്മുടെ കേരളത്തിന് ഈ ഉരുകളൊക്കെ നിർമ്മിക്കുന്നതിന് വലിയൊരു പാരമ്പര്യം തന്നെയുണ്ട്. ഈ ബേപ്പൂർ ഭാഗത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോഴും വലിയ ഉരുകളൊക്കെ നിർമ്മിക്കുന്ന കാണാം. അതുമല്ല, ഇവിടെ നിർമ്മിക്കുന്ന നമ്മുടെ കേരളത്തിൽ ബേപ്പൂരൊക്കെ നിർമ്മിക്കുന്ന ഉരുകൾ വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ ഉരു നിർമ്മിച്ച ശേഷം ഇത് നീറ്റിലിറക്കാനായിട്ട് വരുന്ന ഒരു സമൂഹമാണ് ഗലാസികൾ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഒരു കുറേ പേരുണ്ടാവും, അവർ പരമ്പരാഗത ശൈലിയിൽ ഈ ഉരുവിനെ വെള്ളത്തിലേക്ക് ഇറക്കും. ഇങ്ങനെ വടങ്ങളും അതുപോലെ തടി കൊണ്ട് നിർമ്മിച്ച കുറേ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് ഒരു താളത്തോടെയാണ് ഇറക്കുന്നത്. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ മനുഷ്യൻ്റെ ഒരു പവർ, മെൻ്റൽ പവറും ആ ഒരു സ്ട്രെങ്തൊക്കെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് വലിയ ഷിപ്പുകളൊക്കെ കരയ്ക്കടുപ്പിക്കാൻ പറ്റും. അന്നതില്ലായിരുന്നു. അന്ന് ഈ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടായിരുന്നു ഈ ഉരുകളൊക്കെ ഇറക്കിയിരുന്നത്. ഇവിടെ നമുക്ക് ഈ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്ന ചെറിയ ബോട്ടുകളൊക്കെ കിടക്കുന്നത് കാണാം. കുറേ ബോട്ടുകൾ ഇവിടെ തന്നെ ഉണ്ട് ഈ കരയിൽ. അതുപോലെ തന്നെ ആ കണ്ടൽക്കാടിൻ്റെ നടുക്കൊരു ബോട്ട് കിടക്കുന്ന നോക്കി, അതിങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത് കണ്ടില്ലേ, അതെന്തോ കേടായി കിടക്കുന്നതാണ്. ഈ വല വീശുമ്പം വലയിൽ കയറി വരുന്ന ശംഖുകളും കക്ക അങ്ങനെയുള്ള സാധനങ്ങൾ, ഷെല്ലുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇതപ്പോൾ ഇതൊക്കെ കയറി കഴിഞ്ഞാൽ ഈ വലയ്ക്ക് ഡാമേജ് വരുവേ. കണ്ടില്ലത് ശംഖ കിടക്കുന്ന നോക്കി, കണ്ടോ, നമ്മൾ ഈ ഊതുന്ന ശംഖാണേ. ഇവിടെ കുറേ ബോട്ടുകൾ ഉപേക്ഷിച്ച നിലയിലും കിടക്കുന്നതാണ് കേട്ടോ. ഉപേക്ഷിച്ച നില ആയിരിക്കില്ല, ഇതൊക്കെ റിപ്പയർ ചെയ്യാനായിട്ടുള്ളതായിരിക്കും. പക്ഷേ ആ കാണുന്ന ബോട്ടൊക്കെ നോക്കിയാൽ അതിങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ്. അത് കണ്ടില്ലേ, വെള്ളത്തിൽ മുങ്ങിക്കിടക്കണ്ടില്ലേ ഭാഗികമായിട്ട്. അതൊക്കെ ഇനി കരയിലേക്ക് എത്തിക്കുമായിരിക്കുമോ? അപ്പോൾ ഈ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞേ. ഹായ്, ചാനലിൻ്റെ പേര് ഫിഷ് കട്ടിംഗ് കർപ്പകം. ഓക്കെ, എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ലിങ്ക്. അപ്പോൾ പറ്റുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ചേച്ചീനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ചേച്ചിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാന്ന് പറഞ്ഞേ. സപ്പോർട്ട് ചെയ്യാൻ പറയാം കേട്ടോ. ശരി, അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ശരി, ബൈ. പാവം ചേച്ചി അല്ലേ, ഞാനിങ്ങനെ പോകുന്ന കണ്ടിട്ട് എന്നെ വിളിച്ച് നിർത്തിയതാണ്. ചേച്ചിക്ക് ഒരു ചാനലുണ്ട് പറയാമെന്ന് ചോദിച്ച്. ഈ പാലത്തിന് താഴെ ആ കാണുന്ന കണ്ടില്ലേ, അത് ഇവിടുത്തെ മുക്കുവ ഗ്രാമമാണ്. ഈ ഹാർബറിനോട് ചേർന്ന് തന്നെ നിരവധി വീടുകൾ, ഇങ്ങനെയും ചെറിയ അപ്പാർട്ട്മെൻറ്റുകൾ, ഫ്ലാറ്റുകൾ പോലത്തെ വളരെ പഴക്കം ചെന്ന നിരവധി വീടുകൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് നമുക്ക് വിപുലമായിട്ടുള്ള കാഴ്ചകളൊന്നും അവിടെ കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ട്രോളിംഗ് സമയത്ത് ഒരു ഹാർബർ എങ്ങനെയാണെന്ന് ഏറെക്കുറെ മനസ്സിലാക്കാനായിട്ട് പറ്റിയില്ലേ. അപ്പോൾ ഈ ട്രോളിംഗ് ടൈം എന്ന് പറയുന്നത് ഇവരുടെ തൊഴിലിനെ ചെറിയ രീതിയിൽ ബാധിക്കും കേട്ടോ. സാമ്പത്തികമായിട്ട്
ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു ടൈമാണ്. അപ്പോൾ അതൊക്കെ മാറി വരട്ടെ, കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ ട്രോളിങ്ങൊക്കെ പിൻവലിക്കാനായിട്ട്. എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയി അടുത്ത വീഡിയോയിൽ കാണാം.